ഇറാന്റെ വിഷയത്തിൽ ചൈനയുടെ സഹായം അഭ്യർത്ഥിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ ചൈന സന്ദർശിക്കുകയാണ്. 13-ാം തീയതി മുതൽ 15-ാം തീയതി വരെ 3 ദിവസത്തെ ചൈന സന്ദർശനം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട യാത്രാ സംവിധാന കാര്യങ്ങൾ ഏർപ്പാടാക്കുകയും ചെയ്തു. ഇത് നിലവിലെ സാഹചര്യം നോക്കുന്ന സമയത്ത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. എന്തൊക്കെയായിരിക്കും ട്രംപ് ചൈനയോട് പറയുക, എന്തായിരിക്കും ചൈന മറുപടി നൽകുക, നിലവിലുള്ള ഇറാൻ യുദ്ധ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് എന്തെങ്കിലും പരിഹാരങ്ങൾ ഉണ്ടാകുമോ എന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു യാത്രയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. 5 കാര്യങ്ങൾ പ്രാധാന്യമായ രീതിയിൽ അമേരിക്ക ചൈനയോട് പറയും എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ. ഷി ജിൻ പിങ്ങുമായി നേരിട്ടാണ് ചർച്ച. അത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപും ഷി ജിൻ പിങ്ങും തമ്മിൽ നേരിട്ട് മണിക്കൂറുകളോളം ചർച്ച നടത്തുന്ന ഒരു സംവിധാനം. തലസ്ഥാന നഗരിയാണ് പ്രാധാന്യമായ രീതിയിൽ ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വേദി ഒരുക്കിയത്. വേദി ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഏകദേശം അതിൻ്റെ പണിയൊക്കെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. ചർച്ചാ സംബന്ധമായ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഒന്ന്, അമേരിക്കയും ചൈനയും തമ്മിലുള്ള വ്യാപാര പ്രശ്നം അഥവാ താരിഫ്, ചുങ്കം, ഇറക്കുമതി കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അത് നികുതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ സാമ്പത്തിക സംഘർഷം പല ഘട്ടങ്ങളിൽ ചൈനയും അമേരിക്കയും തമ്മിൽ ഉണ്ടാവാറുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് ഇറാൻ മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. ഒന്ന് മേലെ കൊടുത്തതാണ് യഥാർത്ഥത്തിൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. എന്നാൽ അത് തലക്കനത്തോടു കൂടി കൊടുത്തിട്ടില്ല, അത് രണ്ടാമതാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊരു വിമർശനം ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇറാനും മിഡിൽ ഈസ്റ്റ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, അത് ഇറാനിലെ എണ്ണ എന്ന് പറയുന്ന സമയത്ത് അത് മറ്റുള്ള രാജ്യങ്ങൾക്ക് നൽകുന്നതും ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്നതും നൽകാൻ സാധിക്കാത്തതുമായിരിക്കുന്ന വിഷയങ്ങൾ. പിന്നെ ഇറാനുള്ള സഹായം എന്ന് പറഞ്ഞാൽ ഇറാനെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളും സഹായിക്കുന്നുണ്ട് എന്ന് ഏറെക്കുറെ കൃത്യമാണ്. അതൊരു പക്ഷേ ചൈന ഉണ്ട് എന്നുള്ള കാര്യം അമേരിക്കക്കറിയാം. നമ്മളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന സമയത്ത് അതിനേക്കാൾ ഗൗരവത്തിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം യുദ്ധം നടത്തുന്ന രാജ്യങ്ങളും യുദ്ധത്തിൻ്റെ കെടുതി അനുഭവിക്കുന്ന രാജ്യങ്ങളും കൃത്യമായ രീതിയിൽ അതേക്കുറിച്ച് നിരീക്ഷിക്കും എന്നുള്ളത് കൃത്യമാണല്ലോ. അപ്പോൾ ചൈനയുടെ സഹായം ഉണ്ട്. അത് തുറന്ന് പറഞ്ഞിട്ട് അവരെ ശത്രുവാക്കി കഴിഞ്ഞാൽ പിന്നീട് ചൈന നേരിട്ട് ആക്രമിച്ചാലോ എന്നൊരു പേടി അമേരിക്കയ്ക്കുള്ളത് കൊണ്ട് ആ കാര്യം സംസാരിക്കും, ചർച്ച ചെയ്യും. സമ്മർദ്ദ നീക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യത. സമ്മർദ്ദ നീക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഇറാനെ സഹായിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം. ബദൽ സംവിധാന പാക്കേജുകൾ പ്രഖ്യാപിക്കും. ആ കാര്യങ്ങൾ, അതിൽ പെട്രോളിയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികപരമായിരിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവും. പക്ഷെ ഉദ്ദേശിക്കുന്നത് സായുധ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നുള്ളത് കൃത്യമാണ്. മൂന്നാമത് തായ്വാൻ പ്രശ്നം. വർഷങ്ങളായി അല്ലെ പതിറ്റാണ്ടുകളായി തായ്വാൻ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് അത് ചൈനയുടെ അവകാശത്തിൽപ്പെട്ട ചൈനയുടെ അതിർത്തി ഭാഗമാണ് തായ്വാൻ, അത് രാജ്യമായി തങ്ങൾ അംഗീകരിക്കില്ല, തങ്ങളുടെ പ്രവിശ്യയാണ് എന്ന് ചൈന പറയുന്നു. എന്നാൽ ചൈനയെ തങ്ങളുടെ രാജ്യമായിട്ട് അംഗീകരിക്കില്ല എന്ന് തായ്വാനും പറയുന്നു. അപ്പോൾ ഈ തായ്വാൻ ആര് സഹായിക്കുന്നുണ്ട്? അമേരിക്ക സഹായിക്കുന്നുണ്ട്. എല്ലാ കാലത്തും എല്ലാ രീതിയിലും സഹായിക്കുന്നുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്താണ് തർക്കം, എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും, സഹായിക്കാതിരിക്കാൻ പറ്റും, അത് ചർച്ച വരും എന്നാണ് പറയുന്നത്. ദക്ഷിണ ചൈന കടലിൻ്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യവും ഇതോടനുബന്ധിച്ച് തന്നെ ചർച്ചയിൽ വരും. തായ്വാന് അമേരിക്ക പിന്തുണ നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അവർ സംസാരിക്കാൻ സാധ്യതയുണ്ട്. അതിനെ എതിർത്തോ ക്രോസ് ചെയ്തിട്ടോ ചൈന സംസാരിക്കാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. അടുത്തത് നാലാമത്തത് AI, പിന്നീട് ടെക്നോളജി, പിന്നീട് ചിപ്പ് നിർമ്മാണം, അമേരിക്കൻ ടെക് കമ്പനിയുടെ ചൈനയിലെ പങ്ക്, ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഒരു AI ടെക്നോളജി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അമേരിക്ക നിർമ്മിക്കുന്ന സമയത്ത് അത് അതിനേക്കാൾ ഗൗരവത്തിലും അതിനേക്കാൾ വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും ചൈന നിർമ്മിക്കുന്നു. ചൈനയുടെ ഉൽപ്പന്നങ്ങളാണ് വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ. അത് യഥാർത്ഥത്തിൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്, ഒറിജിനൽ ഉണ്ട്, പിന്നെ കൃത്യമായിരിക്കുന്ന ഒറിജിനൽ. 2 ഒറിജിനൽ തന്നെ ചൈനയിൽ പുറത്തുനിന്ന് പലതരത്തിലും സാധാരണക്കാർക്ക് വാങ്ങാനും ഇടത്തരക്കാർക്ക് വാങ്ങാനും പണക്കാർക്ക് വാങ്ങാനുള്ള 3 തലത്തിലുള്ള നിർമ്മിതികളാണ് എല്ലാ വസ്തുക്കളുമായിട്ട് ചൈന ഉണ്ടാക്കുന്നത്. അപ്പോൾ വലിയ പണം കൊടുത്ത് വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹൈ ലെവലുള്ള കമ്പനിയുടെ ഈ മേധാവികളൊക്കെ വാങ്ങുന്ന തരത്തിലുള്ള നിർമ്മിതികൾ അവർ ഇലക്ട്രിക്കൽ രംഗത്തും ഈ പറയപ്പെട്ട AI രംഗത്തും നിർമ്മിക്കുന്നുണ്ട്. അത്ര സാമ്പത്തികം ഇല്ലാത്തവരെ സംബന്ധിച്ച് ഇടത്തരം വിഭാഗം അതുണ്ട്, താഴ്ന്ന വിഭാഗമുണ്ട്. ഇത് ലോക വിപണിയെ കീഴടക്കാൻ മാത്രം സംവിധാനം ഉള്ളതാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ് എന്നുള്ളത് കൃത്യമാണ്. മാത്രമല്ല ഏറ്റവും കൂടുതൽ
ഈ ഉൽപ്പന്നങ്ങൾ വിറ്റയക്കുന്നത്, ചൈനീസ് ഉൽപ്പന്നങ്ങളാണ് അമേരിക്കയുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ വിറ്റയക്കുന്നത്. അതുകൊണ്ടാണ് ടാക്സുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് തന്നെ അമേരിക്കയ്ക്ക് ടാക്സ് കൂട്ടുന്നത്. ഇരട്ടിയാക്കി 125% കഴിഞ്ഞ പ്രാവശ്യം കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ഈ ചൈനയിലേക്ക് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നത് ചൈനയുടെ ഉൽപ്പന്നമാണ്. എന്നാൽ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്നത് വളരെ കുറഞ്ഞ ഭക്ഷ്യധാന്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഗോതമ്പ് പോലെയുള്ള അത്തരം വസ്തുക്കൾ മാത്രമാണ് ഇറക്കുമതി ചെയ്യുന്നത്. അത് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടില്ലെങ്കിൽ ഇന്തോനേഷ്യ പോലെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ചൈനയ്ക്ക് സാധിക്കും. പക്ഷേ ചൈന എന്തുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്നു? വലിയ രീതിയിലുള്ള കയറ്റുമതി ഇവിടെ നടക്കുന്നുണ്ട് എന്നതിനാലാണ്. അതാണ് നാലാമത്തെ പറയുന്നത്. അഞ്ചാമത്തത് ലോക രാഷ്ട്രീയത്തിൻ്റെ സ്ഥിരത അമേരിക്കയ്ക്കും ചൈനയ്ക്കും അതിൽ വലിയ പങ്കാളിത്തം വഹിക്കുന്നുണ്ട്. അതേക്കുറിച്ച് ചർച്ച ചെയ്യും. ഒരു സ്ഥിരമായിരിക്കുന്ന ഒരു സംവിധാനമാണ് എന്ന് വെച്ചാൽ ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് ആഭ്യന്തരമായിരിക്കുന്ന വിഷയങ്ങളോ കലാപങ്ങളോ അല്ലെങ്കിൽ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഇടപെട്ടുകൊണ്ട് മാന്യമായ രീതിയിൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നത് ലോക സ്ഥിരത ഉണ്ടാക്കാൻ വേണ്ടി, ലോകത്ത് പ്രശ്നങ്ങളില്ലാത്ത ഒരു സംവിധാനം സൃഷ്ടിക്കാൻ വേണ്ടി ഉപകരിക്കും. അതിന് ചൈനയ്ക്ക് പങ്കുണ്ട്. ചൈന വലിയ ആണവായുധ രാജ്യമാണ്, സൈനികപരമായിരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയ്ക്ക് പങ്കുണ്ട്. അമേരിക്ക അതിനേക്കാളും വലിയ സൈനിക ആയുധ ബലമുള്ള രാജ്യമാണ്. അപ്പോൾ ശക്തിയുള്ളവരെ മാത്രമേ മൂന്നാം ലോക രാജ്യമോ അല്ലെങ്കിൽ ശക്തി കുറഞ്ഞ രാജ്യമോ അംഗീകരിക്കൂ. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങൾക്കും വലിയ പങ്കുണ്ട്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തും. 2017 ശേഷം ട്രംപിൻ്റെ ആദ്യത്തെ ചൈന സന്ദർശനമാണ് എന്നാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഒരുപാട് വർഷങ്ങളായി. അപ്പോൾ അമേരിക്കയുടെ ഏകപക്ഷീയമായിരിക്കുന്ന ഉപരോധം ഇനി ചൈന അങ്ങോട്ട് ചില നിർദ്ദേശങ്ങൾ വെക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അതിലൊന്ന് അമേരിക്കയുടെ ഏകപക്ഷീയമായിരിക്കുന്ന ഉപരോധം. ഒരു കാരണമില്ലാത്ത രീതി വളരെ പെട്ടെന്ന് ഒരു മുന്നറിയിപ്പില്ലാത്ത രീതിയിൽ UN സഭയിൽ പോലും ചർച്ച ചെയ്യാത്ത രീതിയിൽ ഉപരോധം ഏർപ്പെടുത്തുക. പല രാജ്യങ്ങൾക്കും അങ്ങനെ ചെയ്തു, പ്രത്യേകിച്ച് ഇറാനിലെ. പിന്നീട് ഇറാനെ ഒറ്റപ്പെടുത്തുന്ന രീതി അങ്ങനെ തന്നെയാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാവുക. ഏതൊരു മേഖലയാണെങ്കിൽ ഇറാനെക്കുറിച്ച് സംസാരിക്കരുത്, മറ്റുള്ള ലോക രാജ്യങ്ങളോട് ഇറാന് നൽകുന്ന സഹായ കാര്യങ്ങൾ നിർത്തിവെക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിലായി ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇറാൻ ഒരു പെട്രോളിയം വിൽക്കുന്ന സമയത്ത് അത് വിൽക്കരുത് എന്നല്ല, അത് വാങ്ങരുത് എന്നും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രാജ്യത്ത് ഉപരോധം കൊണ്ടുവരും എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് മെയിൽ ഭീഷണി പല ഘട്ടങ്ങളിലും അമേരിക്കയുടെ ഭാഗത്ത് ഉണ്ടാവാറുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ചർച്ച ചെയ്യും എന്ന് പറയപ്പെടുന്നു. പിന്നെ പെട്രോളിയം തടയുന്നതുമായി ബന്ധപ്പെട്ട് അത് നമ്മൾ പറഞ്ഞു. പെട്രോളിയം തടയാമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടുന്ന് ഇറാൻ്റെ അതിർത്തിയിൽ നിന്ന് മറ്റു രാജ്യത്തേക്ക് പെട്രോളിയം പോകുന്ന സമയത്ത് അതിൽ തടഞ്ഞു നിർത്തുക, അതിനെ പിടിച്ചെടുക്കുക, അതിൽ തിരിച്ചു വിടുക, ഈ പ്രവർത്തനം അത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ 3 ദിവസത്തെ ചർച്ച അതിനുശേഷം ഇവിടേക്ക് ന്യൂയോർക്കിലേക്ക് തന്നെ, ന്യൂയോർക്കിൽ നിന്ന് വാഷിങ്ടൺ DC മടങ്ങുമെന്നാണ് ഇതിൽ കാണുന്നത്. ഷാങ്ഹായി എന്ന് പറയുന്ന ഈ നഗരവും ഷെൻസെമിൻ എന്ന് പറയുന്ന നഗരവും സന്ദർശിക്കും എന്ന് പറയുന്നത്. അത് ബീജിങ്ങിൽ വെച്ചാണ്, തലസ്ഥാനമായിരിക്കുന്ന ബീജിങ്ങിൽ വെച്ച് എല്ലാ കൃത്യമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഈ പറയപ്പെട്ട ഏറ്റവും വലിയ ടൂറിസ്റ്റ് നഗരമാണ് ഷാങ്ഹായി എന്ന് പറയുന്നത്. ഷെൻസഹനും അതേപോലെ സമാനമായിരിക്കുന്ന നഗരമാണ്. ഈ 2 സ്ഥലം സന്ദർശിച്ചതിന് ശേഷം വാഷിങ്ടൺ DC മടങ്ങുമെന്ന് പറഞ്ഞാൽ ചൈന സന്ദർശനത്തിന് മാത്രമാണ് ട്രംപ് പോകുന്നത് എന്നുള്ളതിൻ്റെ തെളിവായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാര്യം പല ഘട്ടത്തിലും അമേരിക്കൻ പ്രസിഡന്റ് രാജ്യത്ത് നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് തൊട്ടടുത്ത 5, 6, 8 രാജ്യങ്ങൾ അല്ലെങ്കിൽ 3, 4 രാജ്യങ്ങൾ സന്ദർശിച്ചതിന് ശേഷമാണ് അമേരിക്കയിലേക്ക് മടങ്ങാറുള്ളത്. ഇത് ചൈന സന്ദർശിച്ച ശേഷം നേരിട്ട് അങ്ങോട്ട് മടങ്ങും എന്ന് പറയുന്നു. കൂടെ അമേരിക്ക ചൈനയെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യും. ക്ഷണിക്കുക എന്ന് പറയുന്ന സമയത്ത് പ്രസിഡന്റിനും കുടുംബത്തിനും പ്രത്യേകമായിരിക്കുന്ന ഒരു ക്ഷണം നൽകിക്കൊണ്ട് തങ്ങളുടെ രാജ്യം സന്ദർശിക്കാൻ വേണ്ടി അമേരിക്കൻ പ്രസിഡന്റ് ഈ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരു ക്ഷണക്കത്ത് നൽകും. ഒരു ക്ഷണം ഉണ്ട് എന്നും പറയുന്നു. ഇറാൻ്റെ ആണവ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, ചൈനയുടെ എണ്ണ വാങ്ങൽ, മിഡിൽ ഈസ്റ്റ് യുദ്ധാവസ്ഥ, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിരിക്കുന്ന ചർച്ച ഏറ്റവും ഒടുവിലായിട്ട് കാണുന്നുണ്ട്. ഇറാന് ആയുധ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സൂചന നൽകും എന്നും പറയപ്പെടുന്നു. അതായത് ഇറാൻ്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യം അതായത് ചൈന ഇറാനെ പറഞ്ഞ് ഉപദേശിക്കുകയും ആ പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പറയുകയും അവരുടെ കൈവശത്തിലുള്ള സമ്പുഷ്ട യുറേനിയം അമേരിക്കക്ക് കൈമാറാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുകയും വേണം എന്ന് പറയാൻ സാധ്യതയുണ്ട് എന്നും പറയുന്നു. പിന്നെ ചൈനയുടെ എണ്ണ വാങ്ങൽ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ വിലക്കാണ് ഇറാൻ ചൈനക്ക് എണ്ണ വിൽക്കുന്നത്. ആ ഒരു വിലക്ക് സൗദി അറേബ്യക്കോ ഖത്തറിനോ അല്ലെങ്കിൽ ഇറാഖിനോ ഒന്നും വിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ ഈ വിഷയമാകുന്ന സമയത്ത് മാന്യമായ രീതിയിൽ അല്ലെങ്കിൽ രാജ്യ സംരക്ഷണ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ വലിയ സഹായം ഇറാൻ കിട്ടുന്നുണ്ട്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉപയോഗിക്കുന്ന രാജ്യങ്ങളൊന്ന് ചൈനയാണ്. ചൈന, ഇന്ത്യയാണ്. അതാണ് ജനസംഖ്യ കൂടുതലുള്ളത്. അപ്പോൾ കൂടുതൽ ഉപയോഗം അങ്ങോട്ടാണ് വരിക. അപ്പോൾ അവർക്ക് വിൽപ്പന നടത്തുന്നതിൽ വലിയ രീതിയിലുള്ള നീരസം
അമേരിക്കക്കുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായ ഉപരോധം തങ്ങൾ നടപ്പിലാക്കുന്നു, എന്നാൽ സാമ്പത്തികപരമായിരിക്കുന്ന സഹായം ചൈന ചെയ്യുന്നു. അതാണ് അതിൻ്റെ ചുരുക്കം. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തും. ഇറാന് ആയുധ സഹായം നൽകുന്നതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായത്തെക്കുറിച്ച് ആയുധം വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ ആയുധം നൽകി സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് പറയുന്നു. പക്ഷെ സാധ്യത എന്ന് പറയുന്ന സമയത്ത് അതിന് എന്തെങ്കിലും വിഘാതം നിൽക്കുന്ന രീതിയിൽ ചൈന പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള കരാർ വ്യവസ്ഥ എല്ലാം ലംഘിക്കപ്പെടും എന്നതിനാൽ ഒരു പക്ഷേ അത് പറയാൻ സാധ്യതയില്ല എന്നുമാണ് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാന് ചൈന കുറഞ്ഞ വിലക്ക് ഈ പെട്രോളിയം നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചർച്ചയിൽ വരും. അഥവാ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ പെട്രോൾ നൽകുന്നുണ്ട്, അത് കുറഞ്ഞ വിലക്കാണ്. ആ കുറഞ്ഞ വിലക്ക് അമേരിക്കക്ക് നൽകാൻ പറ്റുമോ എന്നൊരു ചോദ്യം അവിടെ ബാക്കി വരുന്നുണ്ട്. ആ കുറഞ്ഞ വിലക്ക് ഒരിക്കലും ചൈനയ്ക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല, അമേരിക്ക കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. അമേരിക്ക അത്രയ്ക്ക് ദൂരമുള്ള സ്ഥലമാണ്. അവിടെ നിങ്ങോട്ട് അതിനനുസരിച്ചുള്ള ട്രാൻസ്പോർട്ട് ചെലവുകളും കാര്യങ്ങളും വരും. പിന്നെ വിപുലമായ രീതിയിൽ ഇറാൻ നിർമ്മിക്കുന്ന പോലെ നിർമ്മിച്ച് വിൽപ്പന നടത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അവിടെ വരും എന്നതിനാൽ അവിടെ ഒരു പ്രതിസന്ധി വരാൻ സാധ്യതയുണ്ട്. തായ്വാനെതിരെയുള്ള ബലപ്രയോഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചില നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോട്ട് വെക്കും. അഥവാ പ്രതിരോധ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കാൻ ചൈന അപേക്ഷിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്ക തായ്വാന് നൽകുന്ന പ്രതിരോധ ആയുധങ്ങൾ നിർത്തിവെക്കാൻ പറയും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പറയുന്നത്. അപ്പോൾ അമേരിക്ക എന്ത് ചെയ്യരുത്? തായ്വാനെ സഹായിക്കരുത്. അങ്ങനെ വരുന്ന സമയത്ത് ചൈനയ്ക്ക് തായ്വാനെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പം സാധിക്കും, അല്ലെങ്കിൽ അവരുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കും എന്ന് അമേരിക്ക ഭയപ്പെടുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ തായ്വാനും ചൈനയും തമ്മിലുള്ളൊരു വിഷയമൊക്കെ പരിഹരിക്കാൻ പറ്റുന്നൊരു പ്രശ്നമൊന്നുമല്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ലോകാടിസ്ഥാനത്തിൽ പ്രതിസന്ധിയായി നിൽക്കുന്ന ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാൻ്റെ പ്രതിരോധ ശക്തിയാണ്. അതിനു മുൻപിൽ അമേരിക്ക തോറ്റുപോകുന്നു. അത് എന്ത് ചെയ്യണം? ഏതെങ്കിലും തരത്തിൽ ചൈന പോലുള്ള രാജ്യങ്ങൾ സമ്മർദ്ദത്തിലാക്കിയിട്ട് ഇറാൻ കീഴ്പ്പെടുന്ന രീതിയിൽ, കീഴ്പ്പെടുക എന്ന് പറയുന്ന സമയത്ത് ഒന്നാമത്തെ ആണവായുധമാണ് സമ്പുഷ്ട യുറേനിയം ചൈനയ്ക്ക് അമേരിക്കയ്ക്ക് കൈമാറുക, ഈ അവരുടെ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് സ്വതന്ത്ര പാതയായിട്ട് പ്രഖ്യാപിക്കുക. ഇത് രണ്ടേ പ്രധാനമായിരിക്കുന്ന വിഷയമുള്ളൂ. ഇത് സമ്മതിക്കുന്നില്ല. അതിന് യുദ്ധത്തിന് അവർ തയ്യാറാണ് എന്ന് പറയുന്നതിലാണ് അമേരിക്ക കുടുങ്ങിയിരിക്കുന്നത്. അങ്ങനെ മറ്റ് ഒരു രാജ്യത്തിൻ്റെ സഹായം, പ്രത്യേകിച്ച് ചൈന എന്ന് പറയുന്ന ശത്രു രാജ്യം തന്നെയാണ്, ചൈന റഷ്യ ഒക്കെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സഹായം തേടേണ്ട ഒരു ഗതിയിലേക്ക് അമേരിക്ക താന്നിരിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഈ യുദ്ധത്തിൽ 100% തോറ്റത് അവർ സമ്മതിക്കുന്നതിന് തുല്യമാണ്. കാരണം UN സഭയോ മറ്റ് ലോക രാജ്യങ്ങളുടെ അഭിപ്രായങ്ങളോ സൈനിക ശക്തിയുള്ള മറ്റ് രാജ്യങ്ങളുടെ നിലപാടുകളോ ഒരു കാലത്തും ഒരു വിഷയത്തിൽ ഇടപെടുന്ന സമയത്ത് അമേരിക്ക നോക്കാറില്ല. അവരുടെ ഏകാധിപത്യവും സർവാധിപത്യവും നടപ്പിലാക്കിക്കൊണ്ട് ഭരണ സംവിധാനത്തെ അട്ടിമറിക്കുകയാണ് അവർ സാധാരണ ചെയ്യാറുള്ളത്. ഇറാനിൽ മാത്രം അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രയാസമായിട്ട് ഇപ്പം നിലനിൽക്കുന്നത് എന്ന് തീർച്ചയായിട്ടും നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.